Hello guys, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിന്റെ കമന്റ് ബോക്സ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ഫ്രണ്ട്സ് വന്ന് ചോദിച്ച ഒരു കമന്റ് ആണ് നാട്ടിൽ നിന്ന് നമുക്ക് യുഎഇയിലോട്ടുള്ള ജോബുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ജോലികൾ കണ്ടെത്തി അതിന് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാം ജോബുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് യുഎഇയിലോട്ട് വരാനായിട്ട് സാധിക്കുമോ എന്നുള്ള കുറേ അധികം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നാട്ടിൽ നിന്ന് യുഎഇയിലോട്ട് ഉള്ള ജോബുകളും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമോ, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് യുഎഇയിലോട്ട് വരാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, യുഎഇയിലോട്ടുള്ള ജോബുകൾ നാട്ടിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമോ, അതുപോലെ തന്നെ നാട്ടിൽ നമുക്ക് ഇന്റർവ്യൂ കോൾസും കാര്യങ്ങളൊക്കെ ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുവാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം ഒരു 20% ആൾക്കാർക്ക് അങ്ങനെ ജോബുകളും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യുഎഇയിലുള്ള കമ്പനീസ് ഇന്റർവ്യൂ കോളുകളും കാര്യങ്ങളൊക്കെ വിളിക്കുന്നത്, അതായത് ഹയറിങ് വിളിക്കുന്നത് പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യാനായിട്ടായിരിക്കും. അതായത് വിത്തിൻ 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ തന്നെ ആൾക്കാരെ ഹയർ ചെയ്തെടുക്കാനായിട്ടായിരിക്കും അവർ ഇന്റർവ്യൂ കോളുകളും കാര്യങ്ങളൊക്കെ വിളിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ജോബുകളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡ്ഇൻ, ഇൻഡീഡ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓരോ കമ്പനീസും പെട്ടെന്ന് ജോബ് വേക്കൻസികൾ അപ്ലോഡ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ആ ജോബ് വേക്കൻസികൾ അവിടെ നിന്ന് വാനിഷ് ചെയ്ത് പോകുന്നതും കാണാനായിട്ട് സാധിക്കും. അതായത് അവർ പെട്ടെന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അവരുടെ കമ്പനിയിലോട്ട് എടുക്കാനായിട്ടായിരിക്കും നോക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺടാക്ട് നമ്പരും അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് അവർ സത്യത്തിൽ അവർ അത് സെലക്ട് ചെയ്യില്ല, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് കോൺടാക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ആദ്യമേ വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് തരാനും അങ്ങനെയുള്ള കുറേ അധികം പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. പിന്നെ ഇപ്പോൾ യുഎഇ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ യുഎഇയിലോട്ട് വിസിറ്റിങ്ങും മറ്റും എടുത്ത് വന്ന് യുഎഇയിൽ വന്ന് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കമ്പനികൾ നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷൻ അവർ പക്കായിട്ട് നോക്കും. നമ്മളിപ്പോൾ യുഎഇയിലാണെന്നുണ്ടെങ്കിൽ അവർ ഷെഡ്യൂൾ ചെയ്യുന്ന ഇൻ്റർവ്യൂ, അതായത് അവർ ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിലൊക്കെ ആയിരിക്കും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അവർ പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യുഎഇയിൽ വന്ന് യുഎഇ ജോബുകളൊക്കെ സെർച്ച് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. അതായത് യുഎഇയിൽ വന്ന് യുഎഇ ജോബുകൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോബുകൾ കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ നാട്ടിൽ നിന്ന് യുഎഇ ജോബുകൾ സെർച്ച് ചെയ്യുന്നവർക്ക് ജോബ് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഏകദേശം ഒരു 20% ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. അതിൽ ഒരാളാണ് ഞാൻ. അതായത് എൻ്റെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ആ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ യുഎഇയിലോട്ട് വന്നത് നാട്ടിൽ നിന്ന് തന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ്, അവിടെ നിന്ന് തന്നെ ജോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ യുഎഇയിലോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള എക്സ്പീരിയൻസ് വേണം. നല്ല രീതിക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ യുഎഇയിലോട്ടുള്ള ജോബുകൾ നാട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ്, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സാണ് നിങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുഎഇയിലോട്ട് ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ തന്നെ പല രീതിയിലുള്ള ടെക്നീഷ്യൻ ഫീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ, അതായത് റെയർ ആയിട്ടുള്ള കോഴ്സൊക്കെയാണ് നിങ്ങൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം യുഎഇയിലാണെങ്കിൽ പോലും ചിലപ്പോൾ അതേ ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ഡിഗ്രിയൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, കോമൺ ആയിട്ടുള്ള ഒരു ജോബൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ്, അതായത് യുഎഇ ജോബ് നാട്ടിൽ നിന്ന് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ യുഎഇയിൽ വിസിറ്റിങ്ങും മറ്റും എടുത്ത് വന്ന് യുഎഇ വന്ന് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും പെട്ടെന്ന് ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസസ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ യുഎഇ ജോബുകളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഒരു വിസിറ്റ് വിസ എടുത്ത് യുഎഇയിലോട്ട് വരിക. യുഎഇയിലോട്ട് വന്ന് യുഎഇ ജോബുകൾ യുഎഇയിൽ നിന്നുകൊണ്ട് തന്നെ സെർച്ച് ചെയ്യുക, ഇവിടെ നിന്ന് തന്നെ ജോബ് എടുക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള വഴി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് സൈഡ്, അതുപോലെ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ജോബ് ചെയ്ത് കൊടുക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ യുഎഇ ജോബുകളൊക്കെ കണ്ടെത്താനായിട്ടും ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ജോബുകൾ വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ഫീൽഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് യുഎഇ ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് വീക്കിലി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ഇനി ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.